വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ നമുക്കോ നമ്മുടെ ചാനലിലോ അതിയായ താല്പര്യങ്ങൾ ഒന്നുമില്ലാത്തതാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങളും പ്രത്യയശാസ്ത്രപരമായ ചിന്താഗതികൾക്കും അനുസരിച്ച് വ്യക്തികളുടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്ന്, അവർ ഒരു രാഷ്ട്രസ്നേഹി ആയിരിക്കണം. നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവരൊരു രാഷ്ട്രസ്നേഹി ആയിരിക്കണം, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതേപോലെ തന്നെ ഈ ഭാരതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ചുടച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികളുടെ മുന്നിൽ ഈ ഭാരതത്തെ കൊണ്ടുവച്ച് ഒറ്റിക്കൊടുത്ത് ആ പൈസ വാങ്ങി മുതലാളിയാകുന്ന ആളുകൾ ആയിരിക്കരുത് ഒരിക്കലും. അവൻ കൊള്ളയും കൊള്ളിവെപ്പും ചെയ്യുന്നവനായിരിക്കരുത്. അവൻ നമ്മുടെ വീടിനും നമ്മളുടെ മാതാപിതാക്കൾക്കും നമ്മളുടെ കുട്ടികൾക്കും എല്ലാവർക്കും തുണയായിട്ട് വരേണ്ടവനാണ്. അവൻ ഒരിക്കലും നമ്മൾക്ക് ഒരു ഭീഷണിയായി മാറാൻ പാടില്ലാത്തവനാണ്. സൽസ്വഭാവിയായിരിക്കണം. MDMAയ്ക്ക് അധീനതയിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കളെയോ ഭാര്യയെയോ തല്ലിക്കൊന്ന് അങ്ങനെയുള്ള നികൃഷ്ട ജീവി ആയിരിക്കരുത്. അവൻ്റെ മുൻപിൽ നമുക്ക് ധർമ്മമുണ്ട് എന്ന് മനസ്സിലാവണം. അവനിൽ ധർമ്മച്യുതി വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരാളിലേക്ക് തന്നെയായിരിക്കണം നിങ്ങളുടെ സമ്മതിദാനാവകാശം ചെന്ന് ചേരേണ്ടത്. അതിനുവേണ്ടി ഒരു തിരച്ചിൽ നിങ്ങൾ തന്നെ നടത്തണം. നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഇതേപോലെ ഓരോ ശ്രീരാമന്മാരായി തീരട്ടെ, ഓരോ സീതാദേവികളുമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സമ്മതിദാനാവകാശം കൊടുക്കുക എന്ന് പറയുന്നു. ഭഗവാന്റെ നാമത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു തിരിച്ചറിവ് വന്നിരട്ടെ. നമോ നമഃ ശിവായ.